ഹായ് ഗായ്സ്. അപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട കളിയാണ്, ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ. അപ്പോൾ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ജയിക്കുമ്പോൾ നല്ല രീതിയിൽ ജയിക്കുക. ഒരു ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുവാണെങ്കിൽ ഒരു മോർ ദാൻ 200 ഒക്കെ എടുക്കുവാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചു വരാൻ വളരെയേറെ ചാൻസ് ഉണ്ട്. കാരണം ഒരു സിംബാബ്വെ ഒരു 120 120ക്ക് ഇപ്പുറം ഒക്കെ ബോൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എങ്ങനെ അത് സാധ്യമാകും? കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നമുക്കിപ്പോൾ എല്ലാം അറിയാം. ഫോമിൽ എന്ന് പറയാൻ ആകെയുള്ളത് ഹാർദിക് പാണ്ഡ്യയും ശിവദുബയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മിക്കവാറും സഞ്ജു സാംസൺ കളിക്കുമെന്ന് തന്നെ. കാരണം ഒരു ബാറ്റിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടി. കാരണം അവർ ആദ്യമേ സിക്കന്ദർ റാസ വന്ന് ഫസ്റ്റ് സ്പിന്നറേയും ഓഫ് സ്പിൻ അയക്കും. ഇഷാൻ കിഷനും അഭിഷേകുമായിരിക്കും മിക്കവാറും. അവർ ആരറിഞ്ഞാലും ഇപ്പോൾ ഒരു വിക്കറ്റ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ. അപ്പോൾ സഞ്ജു വരുമ്പം സഞ്ജു നല്ലതായിട്ട് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയെങ്കിലും കുറച്ച് റെസ്പോൺസിബിളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പം നാളത്തെ കളി സഞ്ജുവിനൊരു 50 100 ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല സ്റ്റാർട്ട് കൊടുത്താൽ തന്നെ അത് ഏറ്റുപിടിക്കാൻ പറ്റുന്ന ബാറ്റേഴ്സ് തന്നെയാണ്. തിലക് വർമ്മ അവരുടെ ബാറ്റിംഗ് കോച്ച്, ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പിൾ ഓഫ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു 6ൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ റൺ റേറ്റ് മാറാൻ. അദ്ദേഹം അവിടെ നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും. കാരണം ഏഷ്യ കപ്പ് ഫൈനലിൽ കളിച്ച കളി നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കളിക്കാരനാണ്. നമുക്ക് മുന്നോട്ടുള്ള അദ്ദേഹം ഫോമിൽ എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുന്നോട്ടുള്ള മാച്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്നതും കളിക്കുന്നതും നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എല്ലാവരെ പോലെ നമുക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിലും സിംബാബ്വെ ഇന്ത്യയുടെ മുന്നിലൊന്നുമല്ല. പക്ഷേ സിംബാബ്വെ കരുത്തരാണ്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ളൊരു മാച്ച് അവരെ ആടി ഉലച്ചിട്ടുണ്ട്. ശ്രീലങ്കയെ പോലെ തന്നെ നല്ല ടീമായിട്ടിരുന്ന ഇപ്പോൾ തോൽവിയാണ്. അങ്ങനെ സിംബാബ്വെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 200 250 220 റേഞ്ചിൽ സ്കോർ എടുക്കാൻ പറ്റിയിട്ടെ എന്ന്. കാരണം സഞ്ജു സാംസനും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അപ്പോൾ സഞ്ജു അടിച്ച് കളിക്കുമ്പോഴത്തേക്കും അഭിഷേകിനൊന്ന് ഫോമിലാനുള്ള ഒരു സ്പേസ് കിട്ടും. അതുപോലെ തന്നെ തിലക് വർമ്മ വരും. പിന്നെ തേർഡ്സ് ഇഷാൻ കിഷൻ ഓൾറെഡി ഫോമിലാണ്. അദ്ദേഹത്തോട് നല്ലതായിട്ട് കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തിലക് വർമ്മ, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ചിനെ പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സ്പിന്നർ ഫ്രണ്ട്ലി വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ 3 സ്പിന്നേഴ്സ്, അർഷദീപിനെ മാറ്റി നിർത്തി 3 സ്പിന്നേഴ്സോടെ ഇറങ്ങുന്നതായിരിക്കും ഇന്ത്യക്ക് ഉചിതമെന്ന് തോന്നുന്നു. എന്തായാലും ലെറ്റ്സ് ഓഫ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ ദെൻ ബൈ ഗൈസ്.